സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ അപ്രതീക്ഷിത നീക്കത്തിന്റെ ഞെട്ടലാണ് ദിലീപും സംഘവും. അതിനെ ഓവർകം ചെയ്യാൻ പൊതുസമൂഹത്തിൽ ചില കൺഫ്യൂഷനുകൾ സൃഷ്ടിക്കാനാണ് നടന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി ചർച്ചയാകുന്ന ശ്രീലക്ഷ്മി എന്ന കഥാപാത്രം. കേസിൽ തീർത്തും അപ്രസക്തമായ ഒരു കഥാപാത്രത്തെ പർവ്വതീകരിച്ച് സത്യത്തെ മറയ്ക്കാൻ വീണ്ടും വീണ്ടും ശ്രമങ്ങൾ നടത്തുകയാണ് എന്നാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അതായത് നടിയും മഞ്ജു വാര്യറും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയുടെ ആഘാതം കുറയ്ക്കാൻ ചില തന്ത്രപരമായ നീക്കങ്ങളാണ് 8ാം പ്രതിയായ ദിലീപിന് വേണ്ടി പണിയെടുക്കുന്ന ചില ബുദ്ധി കേന്ദ്രങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ദിലീപിന്റെ പുതിയ ചിത്രം തിയേറ്ററിൽ എത്തുന്ന സാഹചര്യത്തിൽ 2 സംശയങ്ങൾ പൊതുസമൂഹത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ശ്രീലക്ഷ്മി എന്ന കഥാപാത്രത്തെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഒന്ന്, ആക്രമിച്ച സമയത്ത് പൾസർ സുനി നടിയോട് പറഞ്ഞ മേഡവും ഇപ്പോൾ വാർത്തകളിൽ എത്തിയ ശ്രീലക്ഷ്മിയും ഒന്നാണോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് സുനി നടിയെ ആക്രമിച്ചതിന് മുമ്പും അതിനുശേഷവും വിളിച്ച ശ്രീലക്ഷ്മിയെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നില്ല എന്ന സംശയം സാധാരണക്കാരിൽ ഉയർത്തുക. എന്താണ് ഈ 2 കാര്യങ്ങളുടെയും സത്യാവസ്ഥ? അതിലൂടെ സഞ്ചരിക്കാനാണ് ഈ വീഡിയോയുമായി ഞാൻ വന്നത്. ആദ്യം എങ്ങനെയാണ് ഈ ശ്രീലക്ഷ്മി എന്ന കഥാപാത്രം ഇപ്പോൾ ഉയർന്നു വന്നതെന്ന് പരിശോധിക്കാം. അത് ദ ഹിന്ദു പത്രത്തിൽ കെ സുധി എഴുതിയ വാർത്തയിലൂടെയാണ്. പൾസർ സുനിയുമായി ബന്ധപ്പെട്ട സ്ത്രീയെ എന്തുകൊണ്ട് സാക്ഷിയാക്കുന്നില്ല എന്ന് വിധിന്യായത്തിൽ ഹണിയം വർഗീസിന്റെ കോടതി ചോദിച്ചു എന്നാണ് വാർത്ത. കേസിൽ 1ാം പ്രതി പൾസർ സുനി നടിയെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ശ്രീലക്ഷ്മിയെ നിരന്തരം വിളിച്ചിരുന്നു. എന്നാൽ അന്വേഷണ സംഘം ഇവരെ സാക്ഷിയാക്കിയില്ല എന്ന് വിധിന്യായത്തിൽ പറയുന്നു. സംഭവം നടന്ന 2017 ഫെബ്രുവരി 17 ഉച്ചയ്ക്ക് 3:44 വരെ സുനിയുടെ ഫോണിലേക്ക് ഇവരുടെ സന്ദേശങ്ങൾ വന്നിരുന്നു. അന്ന് വൈകുന്നേരം 6:22 7:59 ഇടയിൽ ഇവർ സുനിയെ 6 തവണ വിളിച്ചു. രാത്രി 9:03 9:56 ഇടയിൽ സുനിക്ക് 7 സന്ദേശങ്ങൾ അയച്ചു. ഇത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് വെറും അരമണിക്കൂർ മുമ്പായിരുന്നു. സുനി അറസ്റ്റിലായ ഫെബ്രുവരി 23 ശ്രീലക്ഷ്മി സുനിയെ വിളിച്ചിരുന്നു. എന്നിട്ടും ഈ സ്ത്രീയെ സാക്ഷിയാക്കാത്തത് പ്രോസിക്യൂഷൻ കേസിൽ സംശയമുണ്ടാക്കുന്നുവെന്ന് കോടതി പറയുന്നു. ഒരു സ്ത്രീ നൽകിയ കൊട്ടേഷൻ പ്രകാരമാണ് താൻ ഇത് ചെയ്തതെന്ന പ്രതിയുടെ വാദത്തിന് ഇത് ബലം നൽകുന്നുവെന്ന് കോടതി നിരീക്ഷിക്കുന്നുവെന്ന് ഹിന്ദുവിൻ്റെ വാർത്ത പറയുന്നു. ശ്രീലക്ഷ്മിയുടെ ഫോൺ പരിശോധിച്ച ഫോറൻസിക് റിപ്പോർട്ടും കോൾ റെക്കോർഡും അതായത് CDRും കോടതിയിൽ ഹാജരാക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. സ്വകാര്യതയുടെ പേര് പറഞ്ഞ് പ്രോസിക്യൂഷൻ ഈ വിവരങ്ങൾ തടഞ്ഞു വെച്ചതായും കോടതി കുറ്റപ്പെടുത്തി. അതായത് ചുരുക്കത്തിൽ സുനിയും ശ്രീലക്ഷ്മിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നിട്ടും അവരെ ചോദ്യം ചെയ്യാനോ സാക്ഷിയാക്കാനോ അന്വേഷണ സംഘം തയ്യാറാകാത്തത് ദിലീപിനെതിരെയുള്ള പ്രോസിക്യൂഷൻ വാദങ്ങളെ ദുർബലപ്പെടുത്തിയെന്ന് വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടിയെന്നാണ് ഹിന്ദുവിൻ്റെ ഈ വാർത്ത പറയുന്നത്. ഇതിനെക്കുറിച്ച് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പൾസർ സുനി ബസ് ഡ്രൈവർ ആയിരുന്ന ഒരു കാലം, ആ കാലം മുതൽക്കേ ശ്രീലക്ഷ്മിക്ക് പൾസർ സുനിയെ അറിയാമായിരുന്നു. ആ ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായിരുന്നു ശ്രീലക്ഷ്മി. ആ പരിചയം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും സുനിയുടെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലത്തിൽ ശ്രീലക്ഷ്മിക്ക് അറിവില്ലായിരുന്നു എന്നുമാണ് ഭർത്താവ് പറയുന്നത്. നടി ആക്രമിക്കപ്പെട്ട ഫെബ്രുവരി 17 സുനി ശ്രീലക്ഷ്മിയെ വിളിച്ചിരുന്നു. ഇന്ന് ഒരു കാര്യം ചെയ്യാനുണ്ട്, അതിനായി പ്രാർത്ഥിക്കണമെന്ന് സുനി പറഞ്ഞു. ആ രാത്രിയിൽ സുനി എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്നുള്ള ആകാംക്ഷ കൊണ്ടാണ് ശ്രീലക്ഷ്മി സുനിയെ തിരിച്ചു വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തതെന്നും ഭർത്താവ് പറയുന്നു. ശ്രീലക്ഷ്മിയെ പോലീസ് 3-4 തവണ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഫോണും സിം കാർഡും അന്ന് തന്നെ പോലീസിന് കൈമാറിയിരുന്നു. അത് ഇതുവരെ പോലീസ് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നു. അതായത് ശ്രീലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം തന്നെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നു. പക്ഷേ നടിയെ ആക്രമിച്ച സംഭവവുമായി ശ്രീലക്ഷ്മിക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസിൽ സാക്ഷിയാക്കാത്തത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ വിവരം കോടതിക്ക് കൈമാറിയെന്നാണ് പോലീസ് പറയുന്നത്. പ്രതിഭാഗം അഭിഭാഷകൻ അതിനെ ചോദ്യം ചെയ്തിട്ടുമില്ല. അതായത് ഈ ശ്രീലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ലിങ്കിനെ ചോദ്യം ചെയ്തിട്ടുമില്ല. അത് പോലീസ് കണ്ടെത്തിയത് തന്നെയാണ് ശരിയെന്ന് പ്രതിഭാഗം അഭിഭാഷകനും പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും കോടതി എന്തുകൊണ്ട് വിധിന്യായത്തിൽ ഇങ്ങനെ പറഞ്ഞുവെന്ന് അറിയില്ല എന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ശ്രീലക്ഷ്മി പൾസർ സുനിയുടെ സുഹൃത്തായിരുന്നു, നിരന്തരം ഫോണിലൂടെ വിളിക്കുന്ന ഒരു സുഹൃത്ത്.
ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് നടിയെ ആക്രമിച്ച ദിവസവും പൾസർ സുനിയെ ശ്രീലക്ഷ്മി വിളിച്ചത്. അതുകൊണ്ട് തന്നെ സുനി പറയുന്ന മാഡം ശ്രീലക്ഷ്മി അല്ല. സുനി മാഡം എന്ന് വിളിക്കുന്ന ഒരേ ഒരാൾ ദിലീപിൻ്റെ ഭാര്യയായ കാവ്യ മാധവനാണെന്ന് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതെല്ലാം മറച്ചുവെച്ചാണ് ഇപ്പോൾ ശ്രീലക്ഷ്മി എന്ന കഥാപാത്രത്തെ വീണ്ടും ചിലർ അവതരിപ്പിക്കുകയും അത് വ്യാപകമായി വാർത്തയാക്കുകയും ചെയ്യുന്നത്. അതുവഴി പൊതുസമൂഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഗൂഢാലോചന നടത്തിയത് സുനി അന്ന് നടിയോട് പറഞ്ഞതുപോലെ മാഡം ആണെന്നും ആ മാഡം ശ്രീലക്ഷ്മി ആണെന്നും ആ ശ്രീലക്ഷ്മിയെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തിയില്ല എന്നും വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് വന്ന് മാധ്യമങ്ങളോട് നേരിട്ട് പറഞ്ഞതോടെ ഈ പ്രചാരണം പൊളിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ദിലീപിൻ്റെ സംഘം അത് വിചാരിച്ചു കാണില്ല. അതായത് ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് നേരിട്ട് വന്ന് മാധ്യമങ്ങളോട് ഇതെല്ലാം പറയുമെന്ന് വിചാരിച്ചു കാണില്ല. എന്തായാലും അദ്ദേഹം നേരിട്ട് വന്നതോടുകൂടി ഈ പ്രചാരണം പൊളിഞ്ഞിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോൺ കോൾ കൂടി നമുക്ക് കേൾക്കാം. പൾസർ സുനി അറിയാവുന്ന മറ്റൊരു സുഹൃത്തും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇത്. അപ്പൊ ഇത് വേറെ രീതിയിലുള്ള ട്രാപ്പാണ് എന്നുള്ളതാണ്. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു, ആലുവയിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുമില്ല എന്റെ അടുത്ത്. ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഞാൻ വിളിക്കില്ല അങ്ങനെയൊക്കെ. കാരണം ഇതെന്തായാലും വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. വെറുതെ അറിയില്ലാണ്ട് പുലിവാലകളിൽ ചെന്ന് ചാടരുത്. ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ ഫോൺ സംഭാഷണവും ശ്രീലക്ഷ്മി പൾസർ സുനി ബന്ധവുമെല്ലാം നേരത്തെ തന്നെ വാർത്തയായതാണ്. നിരവധി വാർത്താ ചാനലുകൾ അത് പുറത്തുവിട്ടതുമാണ്. എന്നിട്ടും അതിനെ പുതിയ രൂപത്തിൽ പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അടുത്ത ദിവസം നടന്നത്. അതുവഴി പൊതുസമൂഹത്തിലേക്ക് ദിലീപിന് അനുകൂലമായ വികാരമുണ്ടാക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം, അതിജീവിതയും മഞ്ജു വാര്യരും കോടതി വിധിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിലിട്ട പോസ്റ്റിന് വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ശ്രീലക്ഷ്മിയെ അവതരിപ്പിച്ചുകൊണ്ടുള്ള നീക്കം നടക്കുന്നത് എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് മഞ്ജുവിൻ്റെയും അതിജീവിതയുടെയും അഭിപ്രായങ്ങളിൽ പരിഭ്രമിച്ച് നടത്തിയ നീക്കം എന്നും നമുക്ക് വേണമെങ്കിൽ അതിനെ നോക്കിക്കാണാം. എന്തായാലും അപ്പീലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. അപ്പീൽ കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയുമാണ്. അതിനിടയ്ക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള അജയകുമാറിനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. താൻ സൈബർ ആക്രമണത്തെ പേടിക്കുന്നില്ല എന്നും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരെ, അവരുടെ പക്ഷത്ത് നിൽക്കുന്നവരെ ഏത് രീതിയിലും തളർത്താനുള്ള നീക്കങ്ങളാണ് ചില തൽപര കക്ഷികൾ നടത്തുന്നത്. ഈ കേസിൽ അപ്പീൽ പോയാൽ പ്രതിഭാഗത്തിന് വലിയ തിരിച്ചടി കിട്ടാനാണ് സാധ്യതയെന്നാണ് നിയമവിദഗ്ധരെല്ലാം ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവികാരം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള നീക്കങ്ങളാണ് ദിലീപിൻ്റെ സംഘം നടത്തുന്നത്. അതിനുവേണ്ടിയാണ് സൈബർ ആക്രമണവും പഴയ കഥാപാത്രങ്ങളെ പുതിയതായി അവതരിപ്പിക്കുന്നതുമായിട്ടുള്ള അങ്ങനെയുള്ള കലാപരിപാടികൾ നടക്കുന്നത്. പക്ഷേ ഇത്രയും പെയ്ഡ് പരിപാടികൾ നടത്തിയിട്ടും പൊതുവികാരം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വികാരം ജനപ്രിയ നായക കേസരിക്ക് ഒപ്പമില്ല എന്ന് തന്നെ പറയാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബസ്സിൽ പുള്ളിയുടെ സിനിമ വെച്ചപ്പോൾ ഉണ്ടായ സ്ത്രീകളുടെ പ്രതികരണം. ഒരു സ്ത്രീയുടെ മകനാണ് ബസ്സിൽ ഓടിക്കൊണ്ടിരുന്ന പറക്കം തളിക സിനിമ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് അവർ ആ ബസ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ സ്ത്രീകളോടും ചോദിച്ചു, നിങ്ങൾക്ക് ഈ സിനിമ കാണണമോ? വേണ്ട എന്നായിരുന്നു അവരുടെ എല്ലാം ഉത്തരം. ഒന്നോ രണ്ടോ അപശബ്ദങ്ങൾ ഉണ്ടായെങ്കിലും ഭൂരിപക്ഷം സ്ത്രീകളും എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ കണ്ടക്ടർ ആ സിനിമ നിർത്തി. അതായത് എത്രമാത്രം PR വർക്ക് നടത്തിയാലും കാര്യമില്ല, യാതൊരു പരപ്രേരണയും ഇല്ലാതെ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥതയും അമർഷവും നായക നടന് എതിരാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കാം. ആ വികാരങ്ങളെ ആർക്കും വിലക്കെടുക്കാനും പറ്റില്ല. അതായത് ഒന്നുകൊണ്ടും സത്യത്തെ എന്നേക്കുമായി അമർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. സത്യം എന്നായാലും പുറത്തു വരിക തന്നെ ചെയ്യും, നീതി നടപ്പാവുക തന്നെ ചെയ്യും. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ കിട്ടാനായി കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.